യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ഉപഗ്രഹങ്ങൾ ISRO വിജയകരമായി വിക്ഷേപിച്ചു. സൗര നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള PSLV 59 റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 4:08 കുതിച്ചുയർന്നത്. സൂര്യന്റെ ബാഹ്യപാളിയായ കൊറോണയെക്കുറിച്ചുള്ള പഠനമാണ് ലക്ഷ്യം. AP നദീറ നമുക്കൊപ്പം എത്തുന്നു. നദീറ, വിക്ഷേപണം വിജയകരമല്ലേ? സുജയ, വിക്ഷേപണം വിജയകരമാണെന്ന് ഔദ്യോഗികമായി ISRO മേധാവി S. സോമനാഥ് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഭ്രമണപഥത്തിൽ കൃത്യമായി എത്തിച്ചേർന്നുവെന്നും S. സോമനാഥ് അറിയിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് കുറഞ്ഞ അകലമായ 600 കിലോമീറ്ററും കൂടിയ അകലമായ 60,530 കിലോമീറ്ററും ഉള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥത്തിലാണ് ഇതിനെ എത്തിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ 2 വർഷക്കാലമാണ് ഇതിൻ്റെ ദൗത്യ കാലാവധി. ഇത് പ്രവർത്തനം തുടങ്ങും. കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ചുകൊണ്ട് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇതിനകത്തെ പേലോഡുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ISROയാണ് ഇതിൻ്റെ മുൻപത്തെ ശ്രേണിയിൽപ്പെട്ട 1, 2 ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ചു നൽകിയത്. ഇന്ന് 3ാമത്തെ ഉപഗ്രഹം സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വൈകിട്ട് 4:04 വിക്ഷേപിച്ചു. കൃത്യമായി വിക്ഷേപണം പൂർത്തിയായിരിക്കുന്നു. വിക്ഷേപണം വിജയകരമായതായി ISRO മേധാവി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. AP നദീറയാണ് വിവരങ്ങൾ നൽകിയത്.